15 ഇപ്പോൾ 6 മാസമായി കണ്ടോ. ചെയ്തപ്പോഴത്തേക്ക് മുടി നല്ലതായിട്ട് പോയി. ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ഈ മുടി സ്മൂത്തനിങ് ചെയ്തതിന് ശേഷമുള്ള എൻ്റെ അനുഭവത്തെക്കുറിച്ചിട്ടാണ്. അപ്പോൾ പലർക്കും ഒരു ഡൗട്ടുണ്ട്, എത്ര രൂപ റേറ്റായി, മുടി പൊഴിച്ചിലുണ്ടോ, അല്ലെങ്കിൽ ഏത് കണ്ടീഷണർ ഏത് ഷാമ്പു ആണ് സ്മൂത്തനിങ് ചെയ്തതിന് ശേഷം ഉപയോഗിക്കുന്നത്. അപ്പോൾ കുറേ ഡൗട്ട്സ് നമുക്ക് കാണും. എനിക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പം എൻ്റെ മുടി ഇപ്പം സ്മൂത്തനിങ് ചെയ്തിട്ട് 6 മാസമായി കണ്ടോ. മുടി കേളിയായി തുടങ്ങിയിട്ടുണ്ട്. അവർ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു 6 മാസം കഴിയുമ്പോഴത്തേക്ക് മുടി കേളിയാവുന്നു. കറക്റ്റായിട്ട് കേളിയായിട്ടുണ്ട്. ഞാനിങ്ങനെ പോർഷൻസ് ഡിവൈഡ് ചെയ്ത് കാണിക്കേണ്ട എന്ന് എനിക്ക് തോന്നുന്നു. നേരിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് സ്വാഭാവികമാണ്. സ്മൂത്തനിങ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ വീണ്ടും കേളിയാവും. വീണ്ടും നമ്മളത് ശരിയായിക്കൊണ്ടിരിക്കണം. പൈസ ചിലവുള്ള കാര്യമാണ് ഈ സ്മൂത്തനിങ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ്, നമ്മുടെ സ്മൂത്തനിങ് ചെയ്യുന്നത് ദോഷമാണ് നമ്മുടെ മുടിക്ക്. ഞാൻ പല ഡോക്ടേഴ്സിൻ്റെ വീഡിയോസ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നമ്മൾ ഈ മുടിയിൽ ഉപയോഗിക്കുന്നതാണ് കെമിക്കൽ പ്രോഡക്റ്റ്സ് ആണ്. അപ്പോൾ കെമിക്കൽ പ്രോഡക്റ്റ്സ് നമ്മൾ മുടിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, അത് നമ്മുടെ മുടിക്ക് ദോഷമാണ് അല്ലേ. അപ്പോൾ സ്മൂത്തനിങ് നമ്മുടെ മുടിക്ക് ദോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ അടുത്തത്, ഇതിന് എത്ര റേറ്റായി എന്നുള്ളതാണ്. സ്മൂത്തനിങ് ചെയ്യുന്നതിന് എത്ര റേറ്റായി അത് ഓരോരുത്തരുടെ മുടിയെ ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പം എനിക്ക് ഇത്രയും നീളമുള്ള മുടിക്ക്, പിന്നെ എൻ്റെ മുടിക്ക് അത്ര കട്ടിയൊന്നും ഇല്ലാത്ത മുടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഈ മുടിക്ക് 7000 രൂപ ആയിട്ടുള്ളൂ. അപ്പോൾ മുടിയുടെ നീളവും മുടിയുടെ കട്ടിയൊക്കെ വെച്ചിട്ട് ആയിരിക്കും അതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ മുടി പൊഴിച്ചിലുണ്ടോ, സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ മുടി സ്മൂത്തനിങ് ചെയ്യുന്നതിന് മുമ്പും സ്മൂത്തനിങ് ചെയ്ത് കഴിഞ്ഞിട്ടും സെയിം എത്രയാണോ സ്മൂത്തനിങ് ചെയ്യുന്നതിന് മുമ്പ് പൊഴിഞ്ഞത് അത്രയും തന്നെയാണ് സ്മൂത്തനിങ് ചെയ്ത് കഴിഞ്ഞിട്ടും പൊഴിഞ്ഞത്. കൂടുതലും ഇല്ല, കുറവുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് സ്മൂത്തനിങ് ചെയ്ത് കഴിഞ്ഞിട്ട് കൂടുതലായിട്ട് പൊഴിഞ്ഞു ഒന്നും ഞാൻ പറയുന്നില്ല. സെയിം തന്നെയാണ് പൊഴിഞ്ഞത്. ഇനി ഫ്യൂച്ചറിൽ നല്ലതായിട്ട് പൊഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് പറയാം. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മുടി കഴിഞ്ഞ ഇടയ്ക്ക് നല്ലതായിട്ടൊന്ന് പൊഴിഞ്ഞു. അതിന് കാരണം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന, അതായത് സ്മൂത്തനിങ് ചെയ്തതിന് ശേഷം അവരെൻ്റെ അടുത്ത് ഒരു കണ്ടീഷണർ ഷാമ്പു യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. അതല്ലാതെ ഞാൻ വേറൊരു കണ്ടീഷണറും ഷാമ്പുവും യൂസ് ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ മുടി നല്ലതായിട്ട് പൊഴിഞ്ഞു. ക്ലിനിക് പ്ലസിൻ്റെ ഷാമ്പുവും ഡവിൻ്റെ കണ്ടീഷണറും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന കണ്ടീഷണർ ഷാമ്പുവും തീർന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് അതെടുത്ത് യൂസ് ചെയ്തപ്പോഴത്തേക്ക് മുടി നല്ലതായിട്ട് പൊഴിഞ്ഞ്. അപ്പം എൻ്റെ മുടി സ്മൂത്തനിങ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉപയോഗിക്കുന്ന കണ്ടീഷണർ ഷാമ്പുവാണ് ഇത്. ലോറിയലിൻ്റെ ഇത് കണ്ടീഷണർ, ഇത് ഷാമ്പു. ഓക്കെ, ഇങ്ങനൊന്നും വീഡിയോ പിടിച്ച് എനിക്കൊരറിവില്ല, ആദ്യമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് മിസ്റ്റേക്സ് വരുന്നത്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഹെയർ സെറം, ഇത് കാണാൻ പറ്റുന്നില്ല, ഞാനൊരു ഫോട്ടോ ഇടാവേ. അപ്പോൾ ഇത് ഇത്രയാണ് ഞാൻ എൻ്റെ മുടിയിൽ യൂസ് ചെയ്യുന്നത്. ഇത് തന്നെ ഈ ലോറിയലിൻ്റെ തന്നെ ഇങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ മുടിക്ക് ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ അന്ന് ഒരു വട്ടം മാറി യൂസ് ചെയ്തിട്ട് വീണ്ടും ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എൻ്റെ മുടി ഇപ്പോൾ ശരിയാവുന്നുണ്ട് കേട്ടോ, ഒരു കുഴപ്പമില്ല. പൊഴിച്ചിലൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു. പിന്നെന്താ, ഞാനിവിടെ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ വിട്ടുപോയാലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ഓൾമോസ്റ്റ് കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾ ഇനി പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാനതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ആ കമൻറ്റിൽ ഞാൻ റിപ്ലൈ തരാം. ഓക്കെ, ബൈ. കാണുന്നത് നിങ്ങൾക്കറിയാം, മുടിയുടെ ഫ്രണ്ടിലല്ല, മുടിയുടെ ഫ്രണ്ടിലൊക്കെ